അപ്പോൾ ഹലോ ഗായ്സ്, ഞങ്ങളപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചു വന്നേക്കുവാണ്. ഞങ്ങളിപ്പോൾ കൊച്ചിനെയും കൊണ്ട് എറണാകുളം ചിൽഡ്രൻസ് പാർക്കിൽ വന്നേക്കണല്ലേ അല്ലേ വാവേ? ഞങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ടോ പാർക്കിംഗ് കിട്ടിയേക്കണത്. ഇത്രയും നാൾ വരെ ഞങ്ങൾക്ക് ഇവിടെ ഒരിക്കലും പാർക്കിംഗ് കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു പാർക്കിംഗ് കിട്ടി. ഭയങ്കര ഭാഗ്യമുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ അങ്ങനെ നടന്ന് പോകുവാണ്. അത് ഹലോ ഡാഡാ ഡാഡാ വേർത്ത് വിളിച്ച്. ഞങ്ങൾക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ എന്താ പറയുക വഴിയും ഈ ഒരു വാക്കൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളും ഒരു ബാംഗ്ലൂർ വൈബാണ്. അപ്പം ഞങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു വലിയൊരു ഒബ്സ്റ്റിക്കിൾ വന്നിട്ടുണ്ട്. നോക്കി പോട്ടാ. ഈ വഴി കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോവാ. കൊച്ചിനെ നമുക്ക് നടത്താം. തന്നെ നടന്നോ? നടക്കണ്ടേ? അയ്യോ ഇറങ്ങ്. എവിടെ? അത് ഇറങ്ങണില്ല. ആ ഇറങ്ങിയ. ഇതെന്താണ് അതിൽ നടക്കണ പോലെ ഉണ്ടാവും. എന്റെ പുറകിൽ ആരെങ്കിലും വരുവാണെ പറയണേ. ഞാൻ വല്ലതും തട്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റി. എങ്ങോട്ടൊക്കെയാ പോണേ? വാ നമുക്ക് അപ്പുറത്ത് പോവാ. ഓടി വാ. മടുത്താ? ഇല്ലയോ ടാങ്ക്? ഇന്ന് സൺഡേ അതുകൊണ്ട് ഭയങ്കര നോയ്സും ഭയങ്കര ക്രൗഡും ഇവിടെ. ആ ഒരു പ്ലേ ഹൗസിൽ നോക്കിക്കേ എന്തൊരു ആൾക്കാരാണ്. എല്ലാവർക്കും കളിക്കാൻ ഒരു ചാൻസ് പോലും ഇല്ല എന്നുകൊണ്ട്. അയ്യോ ദേ അവരവിടെ നടന്നെത്തി. ഞാൻ ഇവിടെ നിക്ക്, ഞാനും വരട്ടെ. കണ്ടു എറണാകുളത്തെ സന്ധ്യയിലെ തിരക്കാണ്. എന്റെ പേര് സുഭാഷ് പാർക്ക് എന്നല്ലേ? ഇതെന്താ ഗൈസ്, നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് എന്തൊക്കെ പണികൾ അറിയാന്ന് നോക്കി. പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് ശരി ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച ഇറങ്ങിയേക്കുക കളിക്കാനായിട്ട്. ഇവിടെയാണെങ്കിൽ നല്ല ഹാങ് ഔട്ട് സ്പോട്ടുമാണ്, പിക്നിക് സ്പോട്ടാണ് കേട്ടോ. ആൾക്കാർ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കും, എൻജോയ് ചെയ്യും, തിരിച്ച് വീട്ടിലോട്ട് പോകും. നമ്മുടെ എറണാകുളത്തൊക്കെ കുറച്ചും കൂടി പിക്നിക് സ്പോട്ടുകളൊക്കെ വേണ്ടതാണ്. കാരണം തിങ്കൾ മുതൽ വെള്ളി വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ കൂടെ കിടന്ന 2 ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം ഫാമിലിയോടെ സ്പെൻഡ് ചെയ്യണം, ഒരു ദിവസമൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടക്കണ്ടേ. ഞങ്ങൾ സുഭാഷ് പാർക്ക് വഴി വെറുതെ കയറുന്നുള്ളൂ. ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി പോകാനായിട്ടുള്ളത്. ഇനി ഇവിടുന്ന് കുറേ നടക്കണം ഈ തിരക്കിൽ. KSRTC നഷ്ടത്തിലാണ് ഓടണമെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ പഴയ ബസ്സുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചത്. ഇത് നല്ല പരിപാടിയാണ് കേട്ടോ. ഇതേപോലെ ഓരോ ബസ് എടുത്തിട്ട് വല്ല റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കൊടുത്തില്ലെങ്കിൽ, ബസ് സ്റ്റോപ്പുകളാക്കാൻ കൊടുത്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബസ് കൊണ്ടുള്ള ഐസ്ക്രീം പാർലർ. പഴയ KSRTC ബസ്സാ പരിപാടി കൊള്ളാം. ഫൈനലി ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലെത്തി. പിള്ളേർ സ്കേറ്റിങ്ങിന് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ സ്കേറ്റിംഗ് പ്രാക്ടീസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കയറി അതുകൊണ്ടൊരു കണ്ടോ ചെടി അതൊക്കെ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നോക്കട്ടെ. അതുകൊണ്ട് തിരിഞ്ഞ് നോക്കട്ടെ, ഡാഡി നോക്കട്ടെ. ഇല്ല സ്റ്റില്ലായിട്ട് നിൽക്കണം പിള്ളേർ. അവനെ വീട്ടിൽ ഞാൻ പഠിപ്പിക്കാം. എനിക്ക് കുറച്ചൊക്കെ എനിക്ക് റോളർ സ്കേറ്റും അറിയാം, സ്കേറ്റ് ബോർഡും അറിയാം. ആയിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയണത്.
ആൾക്കാർ ബോട്ടിങ്ങിനൊക്കെ കയറുക. ഞങ്ങൾക്ക് കയറണമെന്നുണ്ട്, പക്ഷെ ആദ്യക്കുട്ടനെ വെച്ചിട്ട് ബോട്ടിങ്ങിൽ കയറാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യക്കുട്ടന് വെള്ളമായിട്ട് ഭയങ്കര അഗാധമായിട്ടുള്ള ബന്ധം. ഒരൊറ്റ ചാട്ടം ചാടിക്കളയും ബോട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ. എനിക്ക് വെള്ളത്തിൽ കയറാനൊക്കെ ചതി. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഭയങ്കര ഹ്യൂമിഡ് ആട്ടോ ക്ലൈമറ്റ്, ഭയങ്കര ഹ്യൂമിഡാ. അതുകൊണ്ട് കല്ലിലൊക്കെ കളിച്ചാൽ മതി. ഞങ്ങൾക്ക് കല്ലിലൊക്കെ കളിക്കാനുള്ളന്ന്. അതുകൊണ്ടും വേർത്തട്ടാ. ട്രെയിനൊക്കെ ഉണ്ട്. നോക്കി 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 ഇറങ്ങണ്ട ഇറങ്ങണ്ട. വാ, നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുകൊണ്ട് പോവാ. ഡാങ്ങിൻ്റെ അമ്മൂമ്മയും കുട്ടൂസനും. പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയല്ല. പുള്ളിയുടെ പേരെന്തായിരുന്നു അടി? ലുട്ടാപ്പി വേറെ. ഇത് ഡാങ്ങിൻ്റെ അമ്മൂമ്മ, കുട്ടൂസൻ, പിന്നെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതൊക്കെ ആരാന്നൊക്കെ മറന്നു പോയിട്ടാ. ബാലരമയൊക്കെ പണ്ടും കണ്ട വായിച്ചുള്ള ഓർമ്മയുള്ളൂ. ഉടുപ്പൊക്കെ ചീത്തയാക്കി അവിടെ താഴ്ത്തിരുന്നിട്ട് അല്ലേ? അത് ഇതാണ് ലുട്ടാപ്പി അല്ലേ? ഇതാരാ? എനിക്ക് മനസ്സിലാവണത്. നീ ആദ്യം അതിനെ വേറെ എന്തൊക്കെയോ പറഞ്ഞു. മായാവി. ദിസ് ഈസ് മായാവി. അവനടെ പോയത്. അയ്യ അവിടെ ഇരുത്തണ്ടടി പൊടിയാടി. ഇവിടെ ഗോകാട്ടി. മറ്റേ കുഞ്ഞിപ്പിള്ളാടെ മറ്റേ വണ്ടിയായിരിക്കണോ ഉദ്ദേശിക്കണേ? പണ്ടത്തെ. ഹായ്. വൈറ്റിലോ ഒബ്രോൺ മോളില് മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ. ഇവരാരാന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. ലുട്ടാപ്പിയാണോ മായാവിയാണോ? എനിക്ക് തോന്നുന്നു നടുക്കിരിക്കുന്ന ആളും മായാവിയാന്ന് തോന്നുന്നു അല്ലേ? ബാക്കി രണ്ടുപേരും നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണെന്ന് തോന്നുന്നു. കണ്ടോ പിള്ളേർ വണ്ടി ഓടിക്കണത്? പണ്ട് കാറായിരുന്നു, ഇപ്പൊ ഇങ്ങനത്തെ സൈക്കിളാന്ന് തോന്നുന്നു ഓടിക്കാൻ. ആ മുത്താറ്റി കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് ഓടിക്കാം അങ്ങനത്തെ വണ്ടി കേട്ടോ. ഇത് ആ റിസ്ക്. അതിനകത്ത് ഒരു ബാർ കാണുന്നില്ല. അതെവിടെ പോയെന്നറിയില്ല. ആ ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ തിരിച്ച് ഞങ്ങൾ വന്ന പാർക്കിൽ നിന്ന് തന്നെ പോവാണ്. ഈ പാർക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോണേ. ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ഇരുട്ടിക്കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ അവനവിടെ ഐസ്ക്രീം പാർലറിൽ പോയിട്ട് തല്ലി പിടിച്ചിട്ട് വന്നേക്കുവാ. ഡാഡ തല്ലി പിടിച്ച ഐസ്ക്രീം പാർലറിൽ പോയിട്ട്. ഇവിടെ രണ്ടാം ഇവിടുത്തെ വാക്ക് വേയിൽ ഞങ്ങൾ നടന്നുകൊണ്ട് പോവാ. മുത്താരി വെള്ളമാണത്? ഹായ്. കൊച്ചു വെള്ളം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലല്ലേ? അയ്യോ കാല് വേദന എടുക്കണം. ഒടുക്കത്തെ തിരക്കാട്ടോ നോക്കി. ആൾക്കാർ വൈകുന്നേരം വന്നിങ്ങനെ ടൈം പാസ് ചെയ്തിരിക്കും. രസമാണ്. അവന് വെള്ളത്തിന്റെ അടുത്ത് പോയാ മതി.
ചാട വേർത്ത് കുളിച്ചിരിക്കണമൊക്കെ മേടുന്ന് താഴെ വരെ. പോവാം വെള്ളത്തിന്റെ അടുത്ത് പോവാം. ഞങ്ങൾ പോയിട്ട് തിരിച്ചും വന്നു. എന്നിട്ട് പ്ലേ ഹൗസിലെ തിരക്ക് മാറണില്ല. നോക്കിക്കേ. ആ പിള്ളേർക്ക് അത് മാത്രമേ ഉള്ളൂ. അല്ലേ അവിടെ എന്തൊരു സംഭവം ഉണ്ടല്ലോ, അവിടെ പോയല്ലോ. കൊച്ചിന് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെ തരി, നമുക്ക് ഈ മരത്തിൽ കയറിക്കാം. നല്ല രസമുള്ള ഇതിലെ കൂടെ നടക്കാൻ നല്ല രസം കേട്ടോ. മണിക്കൂറുകളോളം നടക്കാം. അപ്പം ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹാങ് ഔട്ടിന് പറ്റിയൊരു ഇതാണ് സുഭാഷ് പാർക്ക് അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ ഫാമിലീസ് ഉണ്ട്. അങ്ങോട്ട് പോയിക്കോ, അവിടെ പോയി നിൽക്ക്. ഞങ്ങളൊരു ഫോട്ടോ സെക്ഷന് വേണ്ടി നിൽക്കുവാണ്. നമുക്ക് മടിയായിട്ട് നടക്കണ കാര്യമൊക്കെ മനുവിന് ഭയങ്കര പോലെ മടിയുള്ള കാര്യമില്ല. കൽ ഇൻസാനോ അത്. അയ്യോ ഇതെന്താ ഉദ്ദേശിക്കുന്ന അറിയില്ല. പക്ഷെ ഭയങ്കര വലിയൊരു കസേര, ചാരു കസേര അങ്ങനെ എന്തൊക്കെയല്ലേ പറയണ ഈ സാധനത്തിന്. ഇതാണ് ഇതിന്റെ ചാരു കസേര എന്നല്ലേ പറയണേ. ഒരാള് ചെരുപ്പൂരി നടക്കണ ഹീലുള്ള ഇടുമ്പോൾ ആലോചിക്കണം. വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറക്കണ വഴി എങ്ങനെയാന്ന് നോക്കിക്കൊണ്ട് ഗേറ്റ് ഒരു 3-4 ഗേറ്റുള്ള പറഞ്ഞ കൊണ്ട് കുറെ നടന്നു വേർത്തെ കുളിച്ച്. തലയും കൂടി ഇടിക്കാൻ ഹെഡ് ബാഡ്സ്. തിരക്കൊക്കെ ഇവിടെ ബൈക്കൊക്കെ വെച്ചേക്കണത്. ഓ ഇല്ല ദൈവമേ. ദിസ് ഈസ് ആർ ഫേവറേറ്റ് റോഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. വാതക്കൊണ്ടിനും മമ്മക്കും ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വേണം. ആദ്യക്കൊണ്ടക്കാടും കൂടുതൽ മമ്മക്ക വേണ്ടെന്ന്. ചേട്ടാ പിന്നെ എന്താ ഉള്ളത് വേറെ പിള്ളേർക്ക് പറ്റി എന്താ ഉള്ളത് നോക്കടി. ഇതുണ്ട് മറ്റേ ഡബിളിൻ്റെ ഫോൺ. എങ്ങനെയാണ്? ഹായ്. അയ്യോ വീണേ. ദീലാറ്റ് കത്തി. ഹായ്. വയറിട്ടല്ലേ? ഇങ്ങോട്ടോക്കി മമ്മ നോക്കി നോക്ക്. ദേ പോണ് ബേബി